വേനൽച്ചൂടിനൊപ്പം പ്രചാരണ ചൂടിലാണ് തൃക്കരിപ്പൂർ മണ്ഡലം. സന്ദീപ് വാര്യരുടെ വരവ് ഇടത് കോട്ടയിൽ ഇളക്കമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെയുള്ള സജീവ പങ്കാളിത്തം തൃക്കരിപ്പൂർ മണ്ഡലത്തിലും ജനകീയനാകാൻ സഹായിക്കുമെന്നാണ് സന്ദീപ് വാര്യർ കരുതുന്നത്. ആ റിപ്പോർട്ട് കൂടി കാണാം. വലിയ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ്. തൃക്കരിപ്പൂരിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ഇതിനകം യാത്ര ചെയ്ത് കഴിഞ്ഞു. വലിയ ആവേശകരമായിട്ടുള്ള സ്വീകരണം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ഉജ്ജ്വലമായിട്ടുള്ള വിജയം UDFന്, ഐതിഹാസികമായിട്ടുള്ള വിജയം UDFന് സമ്മാനിക്കാൻ തൃക്കരിപ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഏറെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ തൃക്കരിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം സന്ദീപ് വാര്യരുടെ വരവോടെ മാറിക്കഴിഞ്ഞെന്നാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അല്പം വൈകിയെങ്കിലും അതെല്ലാം മറികടന്ന് UDF പ്രചാരണ രംഗത്ത് സജീവമാണ്. ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതനായ സന്ദീപ് വാര്യർ നേരിട്ട് വോട്ടർമാരുടെ മുന്നിലെത്തിയതോടെ പ്രവർത്തകരും ആവേശത്തിലായി. പാലക്കാട് സ്വദേശിയായിരുന്നുവെങ്കിലും തൃക്കരിപ്പൂരിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിരുന്ന ഗോവിന്ദ വാര്യരുടെ മകൻ എന്ന് പരിചയപ്പെടുത്തി ഈ നാട് തനിക്ക് അപരിചിതമല്ല എന്നായിരുന്നു സന്ദീപ് ആദ്യ മണ്ഡലം സന്ദർശനത്തിൽ വോട്ടർമാരോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുവിധം വീടുകളിലൊക്കെ എല്ലാ ദിവസവും രാത്രി മാധ്യമങ്ങളോട് എത്തുന്ന ഞാൻ പരിചിതനല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നിരന്തരമായ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പോകുന്നയാളാണ്. പരിചിതനല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആളുകളൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും പരിചിതനായിട്ടുള്ള ആളാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും UDFന് മുൻതൂക്കം ലഭിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 10,448 വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു. ഉണ്ണിത്താന് ശേഷം ഏറെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ സന്ദീപിന്റെ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നത്. ചരിത്രപരമായി ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്ന തൃക്കരിപ്പൂർ ഇത്തവണ യഥാർത്ഥ മത്സരവേദിയായി മാറിയിരിക്കുകയാണ്. UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ മണ്ഡലം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ വളരെ സജീവമാണ്. മണ്ഡല രൂപീകരണം മുതൽ ഇടതിന്റെ ശക്തി തെളിയിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിലെ വികസന പോരായ്മകളും സന്ദീപിന് അനുകൂല വോട്ടുകളാകുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, കാസർഗോഡ്.